ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇറ്റ്സ് ടുഡേ നമുക്ക് ഒരു പ്രൈവറ്റ് പൂൾ വില്ലയുടെ ഒരു വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ട്. സോ ഇതങ്ങനെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു വില്ലയുടെ. സോ അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡിങ് ഉണ്ടാവുള്ളൂ. അതിന് മുന്നെടുത്തൊരു വീഡിയോ ആണിത്. നമ്മൾ ഇന്നലെ പോയിട്ട് എടുത്തതാണ്. സോ നമുക്ക് എന്തായാലും ഇനോഗ്രേഷന് ചിലപ്പോൾ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെ മച്ചാൻ മുന്നേ തന്നെ വിളിച്ചത്. ഓക്കെ, നമുക്ക് എന്തായാലും മച്ചാൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമുക്ക് കയറാം. ബ്ലാക്ക് റിസോർട്ട് സ്റ്റേ എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. ഓക്കെ, ഒരു നൈസ് റിസോർട്ടാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പബ്ലിക് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇൻവിറ്റേഷന് വന്നേ പറ്റൂ. അപ്പോൾ 8 മണിക്കാണ് അതിൻ്റെ റൂമും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും വരാൻ പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ടാണ് നമ്മൾ മുന്നേ തന്നെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സോ നമ്മൾ ആദ്യം തന്നെ ഈ സൈഡിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചു. കാരണം വണ്ടി ലോവർ ചെയ്തുകൊണ്ട് കയറാൻ കുറച്ച് പ്രയാസമാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പുറത്ത് കൂടെ പോകാം. അവിടെ സ്റ്റക്ക് ആയതുകൊണ്ട് കയറി. ഓക്കെ, ഫൈനലി നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കയറി ചെല്ലുന്നിടത്ത് ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മച്ചാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോയിട്ട് നോക്കി നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ബ്ലാക്ക് മച്ചാൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണിത്. ബ്ലാക്ക് കൺസേർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ബാക്കി വില്ലയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് എന്തായാലും റിവേഴ്സ് ഇട്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കാറിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇതാ മച്ചാൻ അവിടെ നിൽക്കുന്നുണ്ട്. വെൽക്കം ബ്രോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ താങ്ക്സ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു. സോ നമ്മൾ ഈ മച്ചാനെ നമ്മൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ റീലിൽ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഈ മച്ചാനെ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ മച്ചാൻ ഇങ്ങനെ ഇൻവിറ്റേഷൻ അയച്ചതാണ്. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രിങ്ക്സിൻ്റെ ഒരു കൂൾ ബാർ ഉണ്ട്. അതിൻ്റെ ടേബിള് ജസ്റ്റ് ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഐ തിങ്ക് ബ്രോ അത് ഫിസിക്സ് ഓണാക്കിയിട്ടില്ല തോന്നുന്നു. അത് ഓഫാക്കിയാലാണ് അത് വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് അടിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. വർക്ക് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഡോർ തുറന്നിട്ട് പുറത്ത് പോയേക്കാം. ഓ, സീൻ വ്യൂ ഗൈസ്. ഓ, സീനല്ല, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഐസ്ലാൻഡ് ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് അതൊരു സീൻ വ്യൂ ആയിട്ട് ഇവിടുന്ന് കാണാം. ഫ്രണ്ടിൽ തന്നെ ഒരു പൂളുണ്ട്, പിന്നെ അതുപോലെ ഇരിക്കാനുള്ള കസേരകളും കാര്യങ്ങളും കിടക്കാനുള്ള സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ട്. ഓക്കെ, നൈസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫിസിക്സ് ഓഫാക്കാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ടേബിൾ അടിക്ക് പോയി. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം, മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലിഫ്റ്റാണ്. ഓക്കെ, മച്ചാൻ ലിഫ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും മുകളിലോട്ട് നടന്ന് പോയി നോക്കാം. ഇറങ്ങുമ്പോൾ ലിഫ്റ്റിൽ വന്ന് നോക്കാം. ഓക്കെ, നമുക്കിതാ മുകളിലോട്ട് കയറി പോവാം. വലിയൊരു ഡോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നൈസ് വ്യൂ അല്ലേ, ഒരു കാടിൻ്റെ ഉള്ളിലൊരു റിസോർട്ട്, നൈസാണ്. സോ ഓക്കെ, നമ്മളിതാ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് ഇതൊരു ബെഡ്റൂമാണ്, ഓപ്പൺ ബെഡ്റൂമാണ്. വില്ല എടുക്കുന്നവർക്കാണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു പ്രൈവസി ഇല്ലാത്തൊരു ബെഡ്റൂമായിരുന്നു. ബട്ട് വില്ല എടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുക, കാരണം ഇറ്റ്സ് പ്രൈവറ്റ് ആവുക കാരണം വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് റൂമും ഡ്രസ്സിങ് ചേഞ്ചിൻ്റെ നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ എടുത്തേക്കാനുള്ളൊരു സെറ്റൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ സെറ്റപ്പൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി ഇത് അടുത്ത റൂമിലോട്ട്. ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഓക്കെ, ഇതെന്താ ജസ്റ്റ് ഒരു ഐ തിങ്ക് അറിയത്തില്ല. മച്ചാൻ എന്തായാലും അടുത്ത് ചോദിച്ചു നോക്കാം. ഞാനങ്ങനെ മച്ചാൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയത്. അപ്പോൾ മച്ചാൻ ബാത്റൂം പെൻഡിങ് ആണ്. ഇത് ജസ്റ്റ് ഒരു ബാത്റൂമിൻ്റെ ഒരു സെറ്റപ്പാണ്, അത് പെൻഡിങ് ആണ്, വർക്ക് കഴിയുന്നുള്ളൂ. ഐ തിങ്ക് നിങ്ങളിന്ന് റൂമിന് കയറുമ്പോൾ ഇനോഗ്രേഷന് അതുണ്ടാവും എന്ന് നമ്മൾക്ക് എന്തായാലും വിചാരിക്കാം. ഓക്കെ, അതുപോലെ ഇത് കിച്ചൺ ഏരിയ ആണ്, ഓപ്പൺ ഒരു കിച്ചൺ ഏരിയ ആണ്. അതാ ചായ കുടിക്കാനുള്ള ഒരു ഇതുണ്ട്, ഐസ് ക്യൂബ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നൈസായിട്ടുണ്ടല്ലേ, നൈസ് വർക്ക്. ചെറിയ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് എടുക്കട്ടെ. ഓക്കെ, ചോക്ലേറ്റ് അങ്ങനെ നമ്മൾ മച്ചാൻ നമുക്ക് ചോക്ലേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നൈസല്ല. ടേബിളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ് നല്ല രസമല്ലേ. നമ്മുടെ കാടിൻ്റെ ഉള്ളത്തെ റിസോർട്ടും കാര്യങ്ങളും പോലെ നമ്മുടെ മൂന്നാറിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ നൈസായിട്ടുണ്ട്. സോ സെക്കൻഡ് ഫ്ലോറത്തെ ഇതൊന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു നൈസ് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനതിൽ കുറേ ഇരിക്കാൻ നോക്കി, പക്ഷേ ഇരിക്കുമ്പോൾ അത് വേറെ സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വ്യൂ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വ്യൂ പോയിൻ്റ് സീനാണ്, ഒരു ലക്ഷ്യമില്ലാത്ത വ്യൂ പോയിൻ്റ്. ഐ തിങ്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണിത്. എല്ലാവരും കൂടി വരുമ്പോൾ നൈസായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ അപ്ഡേഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്നത്.
അതൊക്കെ ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഓൾറെഡി. ഞാൻ മുന്നേ വീഡിയോ ഇട്ടതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നൈസാണ് അപ്ഡേഷൻ. നമുക്കൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപകാരപ്പെടും. അങ്ങനെ നമ്മളിത് ലിഫ്റ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. മച്ചാനും ഇത് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിസോർട്ടിൻ്റെ. ചെറിയൊരു റിസോർട്ടാണെങ്കിൽ പോലും അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മുടെ മച്ചാൻ പണിത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്തായാലും ലീവ് ചെയ്യാൻ ടൈം ആവണു. അപ്പോൾ നമുക്ക് എന്തായാലും മച്ചാൻ്റെ അടുത്ത് ലീവ് ചെയ്യാം, ഒരു ഗുഡ് ബൈ പറയാം. നമ്മളങ്ങനെ ഇത് മച്ചാനായിട്ട് ഷെയ്ക്കൻ്റെ ഒക്കെ എടുത്തു. ഫസ്റ്റ് വിസിറ്റാണ്. സോ ഇത് കഴിഞ്ഞിട്ടാവും നിങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവുക, കാണുന്നതൊക്കെ ഉണ്ടാവുക. താങ്ക്സ് ഫോർ വിസിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മളങ്ങനെ ലവിൻ്റെ ഹാർട്ട് ഇമോജി ഒക്കെ ഇട്ടെടുത്ത് സോ നമ്മളെന്തായാലും കാർ എടുത്ത് നമ്മൾ ലീവ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഫൈൻ. നമ്മളങ്ങനെ മച്ചാനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചെക്കൻ എടുത്തിട്ട് നമ്മളിത് പുറത്തോട്ട് ഇറങ്ങുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇറ്റ്സ് മീ റോങ്. സ്റ്റേ ട്യൂൺഡ് ഇൻ അനദർ വീഡിയോ. See you again guys. Bye bye.